അതായത് രാത്രി 10 മണി തൊട്ട് രാവിലെ 8 മണി വരെ ഫ്രീ പാർക്കിംഗ് ആണ്. പിന്നെ സൺഡേ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും, ഫ്രീ പാർക്കിംഗ് ആണ്. പിന്നെ അതേപോലെ ഹോളിഡേയ്സ് ഉള്ള ദിവസങ്ങളിലൊക്കെ പാർക്കിംഗ് ഫ്രീ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചത് 30 ദിർഹംസ്, 29.5 ദിർഹംസ്. നമ്മളിപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയം കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കരാമയിലാണ്. ഇതാണ് മോർണിംഗ് ഉള്ളൊരു ക്ലൈമറ്റ് കേട്ടോ. കാരണം നമ്മുടെ നിൽക്കുന്ന ബിൽഡിങ് അതായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ ബൈക്ക് ഇവിടെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ രാത്രി ഫുള്ള്. കാരണം പാർക്കിംഗ് ഇവിടെ കുറച്ച് കിട്ടാതെ കാരണം ഇപ്പോൾ ആരോ കയറിയിരുന്നുണ്ട് വണ്ടിയുടെ മുകളിൽ. കാരണം വണ്ടി കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങിയിട്ടായിരുന്നു നിൽക്കുന്നത്. ഇപ്പോൾ സമയം കറക്റ്റ് പറയുകയാണെങ്കിൽ 5:27 ഇപ്പോൾ 5:27 ക്ലൈമറ്റ് ആട്ടോ ഈ കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെയാണ് ഈ നേരത്തെ ഇരുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ കുറച്ചിങ്ങനെ വെളുത്ത് വരുന്നുണ്ട്. എന്തായാലും ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. UAE നമ്മുടെ ഫസ്റ്റ്, അതെ UAE ഫസ്റ്റ് റൈഡ് തന്നെയാണ്. ഞാൻ വേറെ എവിടേക്കും പോയിട്ടില്ല. അപ്പോൾ UAE ഫസ്റ്റ് റൈഡാണ് കേട്ടോ നമ്മുടെ. കാരണം ഞാൻ ജാക്കറ്റ് തൊട്ടിട്ടില്ല, ഒരു ഫുൾ സ്ലീവ് ടീഷർട്ടാണ് ഇട്ടിട്ടുള്ളത്. ചൂട് കാരണം. പിന്നെ നമ്മുടെ സാധാ നോർമൽ ഡ്രസ്സിലാണ് നമ്മളിപ്പോൾ ഇന്ന് റൈഡ് ചെയ്യാൻ പോകുന്നത്. കാരണം ജാക്കറ്റൊന്നും ഇടുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ചൂട് കാരണം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഒരു ചായ കുടിക്കണം. ആദ്യം ഒന്ന് കരാമയിലൊന്ന് കറങ്ങി നോക്കാം. ഫസ്റ്റ് റൈഡാണ് അപ്പോൾ നമ്മുടെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താണെന്നുണ്ടാവുക എന്താ റൈഡിൽ. അല്ല, ഞാൻ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് ഓടിക്കാനാണ് ഞാൻ പോണത്. ശരിക്കും നമ്മളെപ്പോഴും റൈറ്റ് സൈഡാണല്ലോ കീപ്പ് ചെയ്തിട്ട് പോകേണ്ടത്. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നല്ല സുഖമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അതായത് 2 മാസത്തിന് മേലെയായി ഒരു റൈഡൊക്കെ പോയിട്ട് ബൈക്കിൽ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. നമുക്ക് ഈ ഫ്രെയിമിൻ്റെ ഫ്രണ്ടിൽ കൂടെ, ആ കാണുന്നതാണ് നമ്മുടെ ഫ്രെയിം കേട്ടോ. ഈ ഫ്രെയിമിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോവായിരുന്നു. പക്ഷേ ഞാൻ എന്തായാലും ഈ ട്രാക്കിൽ കൂടെ വന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ പോയേ പറ്റൂ. ഇനി നമ്മുടെ നാട്ടിലെ പോലെ അങ്ങോട്ട് കയറ്റിയെടുക്കാനൊന്നും പറ്റില്ല. നമ്മളിപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയം കേട്ടോ. ബാക്കിലെല്ലാ വണ്ടികളും നല്ല പേടച്ചിട്ടാണ് വരുന്നത്. ിൽ കയറ്റിയിട്ട് ഞാൻ അപ്പോൾ കാഴ്ച എന്താണ്ടായ വെച്ചാലേ നമ്മൾ സിറ്റി വാക്കിൽ തന്നെ തിരിച്ച് പിന്നെ എത്തി. കാരണം നമ്മൾ വഴി തെറ്റി. അതുണ്ടായത്. നമ്മൾ മുകളിൽ പാലത്തിൻ്റെ ഫ്ലൈ ഓവർ കയറുന്നതിൻ്റെ പകരം ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെ പോയി. അതുണ്ടായത്. അപ്പോൾ അത് കാരണം നമ്മൾ ചുറ്റി കറങ്ങിയിട്ട് ഒന്നുകൂടി ചുറ്റി കറങ്ങിയിട്ട് വന്നു. ഇപ്പോൾ അതേ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് നമ്മൾ പഴയ വഴിക്ക് തന്നെ കയറണം. ഇവിടെ നമുക്ക് സിറ്റി വാക്കിൻ്റെ റൗണ്ട് കാണാം. അവിടെ റോട്ടിലൊന്നും ആരുമില്ല, പക്ഷേ സിഗ്നലാണ്. പക്ഷേ സിഗ്നൽ തിരിച്ചാൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ നിർത്തി കൊടുക്കുകയാണ് നല്ലത്. നമ്മൾ പോയാൽ ആ ഫ്രണ്ടിൽ 2 സിഗ്നലും ഓപ്പൺ അല്ല. എൻ്റെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ഫുള്ള് നല്ല മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ ബുർജ് ഖലീഫ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. കാരണം ഇപ്പം തന്നെ വെയിൽ ഏകദേശം ചൂട് കുഴപ്പമില്ല എന്ന് പറയാമെന്ന് മാത്രം തന്നെ ഉള്ളൂ. ദാബി ഷാർജ എക്സിറ്റ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു എക്സിറ്റ് മിസ്സായാൽ പിന്നെ അത് കിടന്നിങ്ങനെ കറങ്ങും. ഇതാണ് ഗൈസ് അപ്പോൾ നമ്മുടെ ഷെയ്ഖ് സായിദ് റോഡ്.
എത്ര ലൈനുള്ള റോഡല്ലേ, അപ്പുറത്തും ഇപ്പുറത്തും കൂടിയിട്ട്. ഏറ്റവും ഒരു ഫേമസ് ആയ ഇത് യു എയിലെ ഏറ്റവും ഒരു ഫേമസ് ആയ റോഡും കൂടിയാണിത്. അപ്പം നമ്മളിപ്പോൾ എവിടെ ഉള്ളത്? മലബാർ ടിഫിൻ ഹൗസിലാണുള്ളത്. നമ്മുടെ അജ്മൽ ഖാൻ്റെ കട. അല്ല, കുടിക്കാനും. ഇപ്പോൾ ഇവിടുന്ന് ചായ കുടിച്ച് നമ്മൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്താ? അപ്പോൾ ഇവിടെ നോക്കുക വെച്ചാൽ നമ്മുടെ എൻ്റെ റൈറ്റ് സൈഡിൽ കാണാനാണ് ബുർജുമാൻ മെട്രോ. അതൊന്നും ഓപ്പൺ ആയിട്ടില്ല. 8 മണി കഴിയും തോന്നുന്നുണ്ട് ബുർജുമാൻ മെട്രോ ഒക്കെ ഓപ്പൺ ആവാൻ, അറിഞ്ഞൂടാ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് അൽസൈഫിലേക്കാണ് കേട്ടോ. അൽസൈഫിൻ്റെ ആ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോണത്. നമ്മളിതിൽ കൂടെ ഇങ്ങനെ നടന്നു വന്നിട്ടാണ് നമ്മൾ ആ ഭാഗത്തൊക്കെ പോയിട്ടാണ് വീഡിയോ എടുക്കാറുണ്ടായിരുന്നത്. പിന്നെ ഗൈസ് വേറൊരു കാര്യമുള്ളത്, അതായത് രാത്രി 10 മണി തൊട്ട് രാവിലെ 8 മണി വരെ ഫ്രീ പാർക്കിംഗ് ആണ്. പിന്നെ സൺഡേ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും, ഫ്രീ പാർക്കിംഗ് ആണ്. പിന്നെ അതേപോലെ ഹോളിഡേയ്സ് ഉള്ള ദിവസങ്ങളിലൊക്കെ പാർക്കിംഗ് ഫ്രീ ആണ് കേട്ടോ. 8 മണി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പാർക്കിംഗ് ഫീ കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും. ഇവിടെ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് നിർത്താൻ പാടും, അല്ലെങ്കിൽ ഇത് ഈ കാർ പാർക്ക് ചെയ്യാനൊക്കെ കൊണ്ടുപോയി നിർത്തിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും. അപ്പോൾ വരുന്നവർ വണ്ടിയിട്ട് വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, അപ്പോൾ പാർക്ക് ചെയ്യുമ്പോൾ ഈ സൈഡിൽ കൊണ്ടുപോയി നിർത്താൻ ശ്രദ്ധിക്കുക. മോസ്റ്റ്ലി ഇവിടെ ദുബായിലുള്ളവർക്ക് എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണിത്, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തെങ്കിലും പെട്രോൾ അടിക്കണം. നമ്മുടെ വണ്ടി ഒരു കട്ടയായി. അപ്പോൾ എന്തെങ്കിലും റിസ്ക് എടുക്കാൻ പറ്റില്ല ഇവിടെ ഒന്നും, കാരണം ഇവിടെ വണ്ടി തള്ളാനോ ഒന്നിനും പറ്റില്ല. അപ്പം ഇന്നലെ പെട്രോൾ വാങ്ങിയത് നമ്മൾ ഇവിടെ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പെട്രോൾ അടിച്ചിട്ട് പോവാം ഇവിടുന്ന്. ഇവിടെ പെട്രോൾ അടിക്കുമ്പോൾ വണ്ടിയുടെ മുകളിൽ നിന്ന് ഇറങ്ങണം തോന്നുന്നുണ്ട്, നോക്കിയോക്കാം. ഇവിടെ പെട്രോൾ എന്താ റേറ്റ്? നമുക്ക് എന്തായാലും 95 അടിക്കേണ്ടി വരും. ഇവിടെ പെട്രോളിന് സൂപ്പർ, ഇവിടെ ഉള്ള പെട്രോൾ വെച്ചാൽ 98, 95, 91 പിന്നെ ഡീസൽ. അപ്പം എന്തായാലും നമുക്ക് 95 ആണ് ഞാൻ അടിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്പെഷ്യൽ. സൂപ്പർ വേണ്ട, എന്തായാലും സ്പെഷ്യൽ അടിക്കാം നമുക്ക്. എന്നാലും നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ പെട്രോൾ വാങ്ങിയത്. നമ്മൾ അവിടെ നിന്നാണ്. ഇവിടെ പെട്രോൾ പമ്പിൽ നമ്മൾക്ക് പെട്രോളൊന്നും ഇല്ല, അതായത് പെട്രോൾ വാങ്ങണം വെച്ചാൽ നമുക്ക് പെട്രോൾ പമ്പിൽ വന്നാൽ മതി. ഇവിടുത്തെ ക്യാനിൽ ഇവിടുന്ന് തന്നെ ക്യാനും കിട്ടും, ഇവിടുന്ന് തന്നെ പെട്രോളും കിട്ടും. അങ്ങനെ ഒരു സെറ്റപ്പ് ഇട്ടിട്ട് നമ്മൾ പുറത്തുനിന്ന് ക്യാൻ വാങ്ങിയിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ 95 ഫുൾ കത്തു. $3.20 പെർ ലിറ്റർ. ഫുള്ള് പൊടിയുണ്ട്. എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് തുടയ്ക്കണം എന്തായാലും. ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചത് 30 ദിർഹംസ്, 29.5 ദിർഹംസ്. അങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക വെച്ചാൽ യാതൊരു പ്രശ്നമില്ല വണ്ടി. പക്ഷേ എവിടെയെങ്കിലും കുറച്ച് നേരം നിൽക്കുമ്പോഴൊക്കെ നല്ല രീതിക്ക് വിശർക്കുണ്ട്, അത്രയ്ക്ക് ചൂടുണ്ടേ. അപ്പോൾ ഗൈസ് കറങ്ങി തിരിഞ്ഞപ്പോൾ നമ്മൾ ബുർജുമാൻ്റെ പാർക്കിങ്ങിലാണുള്ളത്. നമ്മുടെ വണ്ടി ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഡെലിവറി ചേട്ടനോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് ഈ ബോക്സ് ഒന്നും വലിയ കുഴപ്പമില്ല, ഈ ഡെലിവറിക്ക് വരുമ്പോഴുള്ള വണ്ടികൾ മാത്രമേ പ്രശ്നമുള്ളൂ. ഇതിപ്പോൾ എത്ര ആണെങ്കിലും വെക്കാമെന്ന് പറയണം ഈ വണ്ടി. എന്തായാലും നമ്മളിവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ വണ്ടി. അപ്പോൾ ഗൈസ് കുറച്ച് ദൂരം നമ്മളേക്ക് നമ്മൾ വിശർത്ത് കുളിച്ച് വേണ്ടി നമ്മൾ ബുർജുമാനിൽ വണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇവിടെ തന്നെ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത റൈഡിൽ കൂടെ കാണാം.